അതിരപ്പള്ളിയിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് വർദ്ധിക്കുകയാണ്. ചാലക്കുടി പുഴയോരത്ത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്ത് വിദേശ വനിത ഇപ്പോൾ ശ്രദ്ധയാകർഷിക്കുന്നു. സ്വകാര്യ റിസോർട്ടിൽ താമസിക്കാനെത്തിയ കാദറിനാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ചത്. അതായത് ഒരു വിദേശിക്ക് നമ്മുടെ നാട്ടിൽ വന്ന് നമ്മളെ വൃത്തി പഠിപ്പിക്കേണ്ട ഒരു അവസ്ഥ, ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല, പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് തുടരേണ്ടി വരുന്നു എന്നത് നമുക്ക് നാണക്കേടുണ്ടാക്കുന്ന കാര്യമാണ്. നമ്മൾ തല കുനിക്കേണ്ട കാര്യമാണ്. കാരണം അവർ ഈ പെറുക്കുന്ന കുപ്പിയും പ്ലാസ്റ്റിക് മാലിന്യമൊക്കെ നമ്മുടെ ആളുകൾ അവിടെ പോയിട്ട് ഇട്ടിട്ട് പോകുന്നതാണെന്ന് ഓർക്കണം. പുള്ളിക്കാരി പറക്കിയിട്ട് പോയതിന് ശേഷമുള്ള MS ലിഷോയ് വിവരങ്ങളുമായിട്ടുണ്ട്. ലിഷോയ്, സത്യം പറഞ്ഞാൽ സങ്കടവും നാണക്കേടും ഒക്കെ തോന്നുന്ന ഒരു കാര്യമാണ്. എത്രയോ കാലങ്ങളായി ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ചങ്ങനാശ്ശേരിയിൽ, വർക്കലയിൽ, കോവളത്ത്, അങ്ങനെ എത്രയോ സ്ഥലങ്ങളിൽ വിദേശികൾ വന്ന് ഇങ്ങനെയല്ല ഒരു നല്ല സ്ഥലം ഇടേണ്ടത് എന്ന് നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. ഇത് നമുക്കറിയാത്ത കാര്യമൊന്നുമില്ല. പക്ഷെ ഇത്രയ്ക്ക് വൃത്തിയോട് ഒരു ഉദാസീന സമീപനമുള്ള ഒരു സമൂഹം വേറെ ഉണ്ടോ എന്ന് പോലും സംശയം തോന്നുന്ന വിധത്തിലാണ് കാര്യങ്ങൾ. അതിരപ്പള്ളി പോലെ ഇത്രയും മനോഹരമായ, ഇത്രയും പ്രകൃതിയുടെ ഒരു പ്രാധാന്യം അർഹിക്കുന്ന, നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു സ്ഥലത്തെ ഇങ്ങനെ മുടിപ്പിക്കാൻ കുറേ എണ്ണങ്ങളുണ്ട്. അത് നന്നാക്കാൻ വിദേശത്തുനിന്ന് ഒരാൾ വരേണ്ടി വരുന്നു. തീർച്ചയായും ദിവിഷ്, ഞാൻ അടുത്തിടെ ഇൻസ്റ്റഗ്രാം റീലുകളൊക്കെ തന്നെ ഒരുപാട് കണ്ടു. കേരളം എത്ര മനോഹരമാണെന്ന് പറഞ്ഞ് നോർത്തിൽ നിന്നുള്ള വ്ളോഗർമാർ കേരളത്തിൻ്റെ സിവിക് സെൻസിനെ കുറിച്ചൊക്കെ ഒരുപാട് വ്ളോഗ് ചെയ്യുന്നത് കണ്ടു. പക്ഷേ അത് കണ്ടപ്പോൾ ഞാൻ അതിരപ്പള്ളിയെക്കുറിച്ച് ഓർത്തുപോയി. കാരണം നമ്മൾ തന്നെ പലതവണ ഇത്തരത്തിൽ ഈ അതിരപ്പള്ളിയിലെ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ പലതവണ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ അതിരപ്പള്ളി ഭാഗത്ത് ചാലക്കുടി പുഴയോരത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം, ആ റോഡിന് അരികിലൊക്കെ തന്നെ വാഹനം നിർത്തി അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. ആ ഭക്ഷണം കഴിച്ചതിൻ്റെ വേസ്റ്റ് അവിടെ തന്നെ നിക്ഷേപിക്കുന്നു. കുപ്പികളും പ്ലാസ്റ്റിക് കുപ്പികളും അതുപോലെ തന്നെ ഉപയോഗിച്ച ഡയപ്പറുകളും ഒക്കെ തന്നെ ആ പുഴയോരത്തും ആ റോഡ് സൈഡിലും ഒക്കെ തന്നെ വലിച്ചെറിയുന്നു. അത്രത്തോളമാണ് നമ്മളുടെ സിവിക് സെൻസ് എന്നുള്ളത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരിടം ആണ് അതിരപ്പള്ളിയിൽ എത്തിക്കഴിഞ്ഞാൽ. അവിടുത്തെ ആ അതിരപ്പള്ളിയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ വനസംരക്ഷണ സേനയും ഒക്കെ തന്നെ അവിടുത്തെ ആളുകളൊക്കെ തന്നെ പഞ്ചായത്ത് അധികൃതരും ഒക്കെ തന്നെ ആ മാലിന്യങ്ങളൊക്കെ തന്നെ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയുള്ള വലിയ പരിശ്രമങ്ങളൊക്കെ തന്നെ ബോധവൽക്കരണവും ഒക്കെ തന്നെ ചെയ്യുന്നുണ്ട്. എല്ലായിടങ്ങളിലും ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ തന്നെ സ്ഥാപിക്കുമ്പോൾ പോലും അവിടെ എത്തുന്ന ആളുകൾ അത് കൃത്യമായി അതിലൊരു തങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട് മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കാൻ എന്നുള്ള ഒരു കാര്യം ഓർക്കുന്നില്ല എന്നുള്ളതാണ് വളരെ പരിതാപകരമായ കാര്യം. ഇതിൽ ഈ ഒരു കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ഇംഗ്ലണ്ടിൽ നിന്നുള്ള കാതറിൻ എന്ന് പറയുന്ന ഒരു വനിതയാണ് ഈ പുഴയോരത്തുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ തന്നെ ശേഖരിക്കുന്നത്. തൊട്ടടുത്തുള്ള ഒരു റിസോർട്ടിൽ, അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് തൊട്ടടുത്തുള്ള ഒരു റിസോർട്ടിൽ അവധിക്കാലം ആഘോഷിക്കാനായി എത്തിയതാണ് കാതറിൻ. അങ്ങനെ എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ ഇവിടെയുള്ള ഈ മനോഹരമായൊരിടത്ത്, ഇത്രയും മനോഹരമായൊരിടത്ത് ആ സ്ഥലം വൃത്തികേടാക്കുന്ന രീതിക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നതും അവരിത് ഈ ഒരു കാര്യം എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടി അവിടെ നിന്നും ആ മാലിന്യങ്ങളൊക്കെ തന്നെ നീക്കം ചെയ്യുന്നതിന് വേണ്ടി അത് ആ ഭാഗത്ത് എല്ലാം തന്നെ വൃത്തിയാക്കുന്നതും ഒക്കെ തന്നെ. എന്തായാലും വലിയ തോതിലുള്ള ഒരു മാലിന്യ കൂമ്പാരം തന്നെ ഓരോ ദിവസങ്ങളിലും ഈ അതിരപ്പള്ളി പഞ്ചായത്ത് അവിടെ നിന്ന് ശേഖരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിനൊരു അറുതി വേണമെന്ന് പലപ്പോഴും അവിടെ ബോർഡുകളൊക്കെ തന്നെ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ ഓരോരുത്തരുമാണ് അതിലൊരു തീരുമാനം എടുക്കേണ്ടത്. ആ തീരുമാനം എടുക്കാത്ത പക്ഷം നമ്മുടെ സ്ഥലവും ഇതെല്ലാം തന്നെ ശരിക്കും ദൈവത്തിൻ്റെ സ്വന്തം നാടാകില്ല എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. ശരിയാണ് ലിഷോ, ഇത് മാത്രമല്ല, അതിരപ്പള്ളിയിൽ മാത്രമല്ല, പലപ്പോഴും മൂന്നാറിലടക്കം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. മൂന്നാറിൽ അവസാനം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തിന്നുന്ന ആനയെ വരെ കണ്ടിട്ടുണ്ട്. കാരണം അത്രയധികം ഈ ടൂറിസ്റ്റുകൾ ചെന്ന് വഴിയരികിൽ ഭക്ഷണ സാധനങ്ങൾ എറിഞ്ഞ് വഴിയരികിൽ നിന്ന് പാചകം ചെയ്ത് അതിൻ്റെ വേസ്റ്റ് മുഴുവൻ റോഡിലിടുക. മറ്റ് പ്ലാസ്റ്റിക്, ഇപ്പോൾ ഫ്രൂട്ടി കുടിച്ചാലും ലേസ് കഴിച്ചാലും ഇതിൻ്റെയൊക്കെ കവർ ഇടുക. കുട്ടികൾ ബസ്സിൽ നിന്ന് ഈ മിഠായി കവറൊക്കെ പുറത്തേക്ക് എറിയുമ്പോൾ അരുത് മക്കളെ എന്ന് പറയാൻ പോലും തയ്യാറാകാത്ത അധ്യാപകരും രക്ഷിതാക്കളും പലപ്പോഴും ഉണ്ട് എന്നതാണ്. അപ്പോൾ ഇതൊക്കെ മാറാതെ ദൈവത്തിൻ്റെ നാടാണെന്ന് 24 മണിക്കൂറും പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവത്തിൻ്റെ നാടാണെങ്കിൽ അത്രയും മനോഹരമായ ആ നാടിനെ സംരക്ഷിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. അതിരപ്പള്ളിയിൽ പോയിട്ടും കുപ്പിയൊക്കെ എറിഞ്ഞവരോട് എന്ന് നന്നാവുമെന്നേ ചോദിക്കാനുള്ളൂ.